അസ്സലാമു അലൈക്കും. എന്താ എല്ലാരും വർത്താനം? സുഖല്ലേ? ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് കേട്ടോ ഈ ഓടി വന്നത്. എന്താണ് കാര്യം എന്നറിയോ? കേട്ടോളി. വകാനമിൻ ഹതീഅതിഹി കയൗമ വലദതുഹു ഉമ്മുഹു. നമ്മളെ ഉമ്മ നമ്മളെ പ്രസവിച്ച സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു? ഒരു തെറ്റും ചെയ്യാത്ത നല്ലൊരു മനസ്സായിരുന്നു അല്ലേ നമുക്ക്? എന്നാ ഞാൻ ഒന്ന് പറയട്ടെ, നമ്മളിപ്പോ വിചാരിച്ചാലും അങ്ങനത്തെ ഒരു മനസ്സാക്കാൻ കഴിയും നമുക്ക്. എങ്ങനത്തെ? ഒരുപാട് തെറ്റ് നമ്മൾ ചെയ്തവരാണെങ്കിലും തെറ്റ് ചെയ്യാത്ത ഒരു പിഞ്ചു കുട്ടിയുടെ മനസ്സ് നമുക്കാക്കാൻ കഴിയുന്നു. അതെങ്ങനെ? കേട്ടോളി. അള്ളാന്റെ റസൂലിനോട് അള്ളാഹു പറയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഹൽ തദ്രി ഫീമ യഖ്തസിമുൽ മലഉൽ അഅല. ആകാശമണ്ഡലത്തിലെ പ്രത്യേകമായ ഒരു സ്ഥലമായ മലഉൽ അഅലയിലെ ആളുകള് എന്താണ് ചർച്ച ചെയ്യുന്നതെന്ന് നബിയെ അങ്ങേക്കറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, കുൽത്തുനാം, എനിക്കറിയാം. അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, എന്താണ് അവരവിടെ ചർച്ച ചെയ്യുന്നത്? ഫിൽ കഫാറാത്തി, പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തത് കേട്ടോളി. വൽ കഫാറാത്തുൽ മുഖ്സു ഫിൽ മസാജിദി ബാദ സ്വലവാത്തി. നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ തന്നെ ഇരിക്കുക, നിങ്ങളെ പാപം പൊറുപ്പിക്കപ്പെടും. ഏതുപോലെ? അവസാനം പറഞ്ഞുതരാം. അടുത്തത് നോക്കിക്കോളി. വൽ മഷിയു, നടക്കലാണ്. അലൽ അഖ്ദാമി, കാൽപാദങ്ങളുടെ മേൽ. ഇലൽ ജമാഅത്തി, പള്ളിയിലേക്ക്. അപ്പൊ ബാങ്ക് കൊടുത്താല് പള്ളിയിലേക്ക് ജമാഅത്തിന് നടന്നു പോകാം, വണ്ടിയിലല്ല. നമ്മളെ വീട് പള്ളിയുടെ അടുത്താണെങ്കിലും നമ്മൾ വാഹനത്തിൽ പോകുന്നവരാണല്ലേ. നിങ്ങൾക്കറിയോ അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ അന്ധനായ ഒരു സഹാബിയായിരുന്നു. തപ്പിത്തടഞ്ഞ് നടന്നിട്ട് ആ പള്ളിയിലേക്ക് പോവുക. അപ്പോ വൽ മശിയു അലൽ അഖ്ദാമിൽ ജമാഅത്തി, കാൽപാദങ്ങളെ കൊണ്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് നടന്നു പോവുക, നിങ്ങളെ പാപം പൊറുപ്പിക്കപ്പെടും. ഏതുപോലെ? അവസാനം പറയാം. അടുത്ത നോക്കി. പരിപൂർണമായ വുദു എടുക്കുക, നിങ്ങളെ പാപം പൊറുക്കും. ഏതുപോലെ? അവസാനം പറയാം. മൻ ഫഅല ദാലിക, ഇപ്രകാരം നിങ്ങൾ ചെയ്താൽ ആശ ബി ഖൈറിൻ, ഖൈറിലായിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം. വമാത ബി ഖൈറിൻ, ഖൈറിലായിക്കൊണ്ട് നിങ്ങൾക്ക് മരിക്കുകയും ചെയ്യാം. മാത്രമല്ല വകാന മിൻ ഹതിയതി, നിങ്ങളെ പാപങ്ങളൊക്കെ ആയിത്തീരും. കയൗമ വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ ആയിത്തീരുന്നു. ഇനി നിങ്ങളെ ദറജ കൂടണോ? അതിനും വഴിയുണ്ട്. നിങ്ങൾക്ക് ആളുകളുടെ മുമ്പിൽ ഒരു വില വേണോ? അതിനും വഴിയുണ്ട്. കേട്ടോളി. ഇഫ്ഷാ ഉസ്സലാം, സലാം പറഞ്ഞോളി എല്ലാരെത്തും. വൈദ്യാമുത്താം, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തോളി. വസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാമു, എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പോ നീച്ച് നിസ്കരിച്ചോളി.